പുരാണങ്ങളിലും ഭാരതീയ സംസ്കാരത്തിലും മുഖമുദ്ര പതിപ്പിച്ച ഗംഗ, ഭഗീരഥന്റെ തപസ്സിൽ സന്തുഷ്ടയായി ഭൂമിയിലേക്ക് വരാൻ തയ്യാറായ ആകാശഗംഗ, ഭാരതത്തിന്റെ ആത്മാവായ ഗംഗ. ഗംഗാതീരത്തെ മണൽത്തരിയും ഗംഗയുടെ തിരയടിച്ചെത്തുന്ന കാറ്റും പാപത്തെ നശിപ്പിക്കാൻ പര്യാപ്തമാണ്. കണ്ടാലും തൊട്ടാലും കുടിച്ചാലും ചിന്തിച്ചാൽ പോലും ഗംഗ പാപികളെ ശുദ്ധരാക്കുന്നു. ഭാരതത്തിന്റെ മോക്ഷഭൂമിയായ നിത്യസത്യക്ഷേത്രമായ ശ്രീകാശിയെ തഴുകിക്കൊണ്ട് ജനനമരണ ചക്രങ്ങൾക്കപ്പുറമുള്ള പൂർണ്ണ രത്നാകരത്തിലേക്ക് ഗംഗ ഒഴുകുന്നു. ദേവിയുടെ ഉടുപ്പടവത്തുമ്പ് പിടിച്ച് മനുഷ്യാത്മാക്കൾ ബ്രഹ്മപദം പോകുന്നു. പുണ്യസലില ഗംഗ, പ്രദോഷ നൃത്തഘോഷം കലർന്ന കൈലാസം, ഏതോ മഹാകാവ്യത്തിന്റെ മണിദർപ്പണമായ മാനസ സരസ്, ഹിന്ദു സംസ്കാരത്തിന്റെ ഭാസുര ഭണ്ഡാരമായ ശ്വേതശൈലം, ഋഷിവര്യന്മാരുടെ സുന്ദരാദർശ നിക്ഷേപങ്ങൾ സൂക്ഷിക്കുന്ന ധവള ഹിമാലയം. പ്രണവത്തിൽ നിന്ന് അക്ഷയനാദധാര പോലെ ഈ ശ്വേതശൈലത്തിൽ നിന്നും ഗംഗ പ്രവഹിക്കുന്നു. ഭാരതത്തിന്റെ ഹൃദയഗംഗ, കാരുണ്യഗംഗ, സമതലങ്ങളെ മുലപ്പാലമൃതൂട്ടി പൂർണ്ണതയിലേക്കൊഴുക്കുന്നു. എത്ര ദുഷിച്ചു നാറിയ അഴുക്കുചാലിലെ വെള്ളവും പാവനമായ ഗംഗയിൽ വീണാൽ ഉടൻ അത് പരമപവിത്രമായി തീരുന്നു. ഭാരതത്തിലെ ഓരോ കല്ലുകളും പരിശുദ്ധയായ ഗംഗയുടെ ജലകണങ്ങളിൽ തട്ടിയുരുമി മിനുസപ്പെട്ട് സാളഗ്രാമങ്ങളായി മാറുന്നു. ഈ ലോകത്തിൽ മറ്റെവിടെയാണ് നദികൾക്ക് പുണ്യം കൽപ്പിച്ചിട്ടുള്ളത്? ഗംഗ ഭാരതത്തിന്റെ ആത്മാവാണ്. ഈ പുണ്യഗംഗയുടെ തീരത്ത് തപസ് ചെയ്ത തപോധനന്മാർ നേടിയെടുത്ത ആദർശങ്ങളാണല്ലോ ശ്രുതി സ്മൃതി വേദങ്ങളാകുന്ന ജ്ഞാനവിജ്ഞാന ഭണ്ഡാകാരം. ഒരു കാലത്ത് ഈ ഗംഗയുടെ തീരങ്ങളിലെ പർണശാലകളിലിരുന്നാണ് ഋഷിവര്യന്മാർ വേദസത്യങ്ങൾ ദർശിച്ചത്. ആ വേദഘോഷങ്ങൾ പിന്നീട് ഭാരതം മുഴുവൻ മുഴങ്ങുകയും ചെയ്തു. അവയുടെ അലകൾ ഇന്നും ഇവിടം മുഴുവൻ മാറ്റൊലി കൊള്ളുന്നു. മഹാപാദപത്മവും ആകാശഗംഗയും. ഗംഗേ ഭഗവതി ദേവി നമോസ്തുതേ, ശങ്കേന ശംഭുതൻ മൗലിയിൽ വാഴുന്ന സുന്ദരി ഹൈമവതി ഗംഗേ നമോസ്തുതേ. വാമനാവതാരത്തിൽ സ്വർഗമളക്കുമ്പോൾ ബ്രഹ്മാദികൾ വിഷ്ണുപാദങ്ങൾ കഴുകിയുണ്ടായതാണ് ആകാശഗംഗ എന്നാണ് പറയപ്പെടുന്നത്. വിഷ്ണുപാദജയായ ഗംഗയെക്കാളും നല്ലയൊരു തീർത്ഥം ഭാരതീയ സങ്കല്പത്തിലില്ല. അതിനാലാണ് ഔഷധം ജാഹ്നവിദോയം വൈദ്യോ നാരായണോ ഹരി എന്ന ജപം തന്നെ ഉണ്ടായത്. ഹിമവാന്റെ പുത്രിയും പരമശിവന്റെ ഭാര്യയുമായാണ് ഗംഗാദേവിയെ സങ്കല്പിച്ചിരിക്കുന്നത്. വിഷ്ണുപാദത്തിൽ നിന്നുത്ഭവിച്ച പരിശുദ്ധയായ ആകാശഗംഗ ഭൂമിയിൽ പതിക്കുന്നതിനു മുൻപ് പരമശിവന്റെ ശിരസിലാണ് പതിച്ചത്. അതോടെ കൂടുതൽ പരിശുദ്ധയായി ഗംഗ ഭൂമിയെ മുഴുവൻ ശുദ്ധീകരിക്കുന്നു. അതിനാൽ ഗംഗ പുണ്യസ്വരൂപിണിയാണ്. ഗംഗയോട് ബന്ധപ്പെട്ട ആശ്രമ പ്രദേശങ്ങളും നാടുകളും തീരദേശങ്ങളുമെല്ലാം പുണ്യഭൂയിഷ്ടമാണ്. സ്പർശിച്ചാലും ദർശിച്ചാലും പുണ്യം നൽകുന്ന പാവനഗംഗയുടെ മാഹാത്മ്യ കഥകൾ തുടരും.